എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന സിനിമ അങ്ങനെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫിലെ പോലെ തന്നെയാണോ സിനിമയിലും? അല്ല, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് എക്സ്ട്രാ ഡീസൻറ്റിൽ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രം, ഇതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയും കഥാപാത്രവുമാണ്. നമ്മുടെ വീടിനടുത്തോ ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പല രൂപങ്ങളും ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് തോന്നിപ്പിക്കും. അത്തരത്തിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. വളരെ ഹ്യൂമർ സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇ.ഡി. ശരിക്കും എക്സ്ട്രാ ഡീസന്റ് എന്നായിരുന്നു. ലിസ്റ്റും സ്റ്റീഫനും കൂടെ ചേർന്നതിന് ശേഷം പുള്ളിക്ക് ഈ ഇ.ഡി. ഡെയിലി ഇങ്ങനെ പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഇ.ഡി. എന്നാക്കിയത്. തഗ്ഗൊന്നും പറയുന്നില്ല, കണ്ണാടി വെച്ചപ്പോ കുറച്ച് സീരിയസ് ഇല്ലില്ല. അല്ല, സുരാജിന്റെ വൈഫിനെ ഇവൻ കണ്ടപ്പോൾ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പം സുരാജിന്റെ ഒരു ബയോപിക് ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഡയറക്ടർ അമീറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബയോപിക് കിട്ടിയിട്ടുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അമീർ അത് കേട്ടു. അപ്പൊ അമീറിന് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ജനം അറിയണം ഈ ക്യാരക്ടറിനെ പറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഒരാളെ ജനം അറിയണം, അതുകൊണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. ശരിക്കും എങ്ങനെയായിരുന്നു മാജിക് ഫ്രെയിംസ് ഈ ഒരു സിനിമയായിട്ട് ഇതിലേക്ക് എത്തിയത്? അങ്ങനെയല്ല, ഇത് സുരാജേട്ടനാണ് ആദ്യം ഈ കഥ ഇവൻ കേട്ടത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഞങ്ങളിപ്പം ഇതിനു മുമ്പും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ സന്തോഷ് എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് ഇങ്ങനെയൊരു കഥയുണ്ട്, അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ സിനിമയിലേക്ക് പിന്നെ വന്നതാണ്. അപ്പോൾ ആ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടാണ് ഇത്. ഒരുപാട് പേർക്ക് ഒരു രസിക്കാനായിട്ടുള്ള, ഇപ്പം ഞാനാണെങ്കിലും ഹ്യൂമർ സിനിമകൾ കുറവാണ് ചെയ്തേക്കുന്നത്. അപ്പം ഈ സിനിമ ഒരു നല്ല സന്തോഷം തരുന്ന, ഒരുപാട് പേരെ ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുമ്പം കുറേ നർമ്മങ്ങൾ കിട്ടുന്ന ഒരു എന്നാൽ ഈ ചളി ഹ്യൂമറോ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള സിനിമ നടന്നുകൊണ്ടിട്ടിരിക്കുമ്പോൾ ആ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള സിനിമ പ്രേക്ഷകൻ കാണുമ്പോൾ കിട്ടുന്ന ഹ്യൂമറാണ് ഈ സിനിമയിലൂടെ ലഭിക്കുന്നത്. സുരാജേട്ടൻ്റെ അതിനിടയിലുള്ള കമൻസിലൊക്കെ എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സുരാജേട്ടനെ, പഴയ സുരാജേട്ടനെ അതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ അതാണെന്ന് ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് സുരാജേട്ടാ? ഇതെല്ലാം മറ്റേ പഴയ സുരാജ് ഇതില് അപ്പൊ അങ്ങനെ ടൈറ്റിൽ മാറ്റേണ്ട വരും. ശരിക്കും ഇതിലെ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പഴയ തരത്തിലുള്ള ഹ്യൂമർ ഒന്നും അല്ല. നമുക്ക് ചിരി വരും ഇതിന്റെ ഓരോ സിറ്റുവേഷനിലൂടെ പോകുമ്പോഴും. നല്ല ചിരി പടരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. കഥാപാത്രങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. കാണുന്ന പ്രേക്ഷകർക്കാണ് ചിരി വരാൻ പോകുന്നത്. ചിരി വരണം.